നമസ്കാരങ്ങൾ. വൈകിയ വേളയിൽ ഒരു വലിയ പ്രസക്തി വിടില്ല. കാരണം കെ അംബുജാസ് സാറിനെ പോലുള്ള ആളുകൾ, ഗീതാനന്ദ മാഷിനെ പോലുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. നമ്മളെല്ലാം ഞാൻ ചെറിയൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം, അധികമായി നല്ലത്. ഞാനൊരു നടന്നു പോകുമ്പോൾ നമ്മുടെ കറണ്ട് കമ്പിയിൽ നിന്ന് ഒരു കാക്ക താഴെ വീണ് കിടക്കുന്നു. ആ കാക്ക കിടന്ന് പിടക്കുകയാണ്. എന്റെ ഒരു ഷോക്ക് അടിച്ചിട്ട് താഴെ. അപ്പൊ ഞാൻ നടന്നു പോകുമ്പോൾ കുറേ കാക്കകളാണ് മിക്കട്ട് കയറി വന്നു. ശബ്ദത്തിലൂടെ എന്റെ കയ്യിലൊക്കെ റാഞ്ചിക്കൊണ്ട് തലയെക്കൊണ്ട് കുത്തിപ്പൊട്ടിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അരമണിക്കൂർ 3/4 മണിക്കൂർ ഞാൻ തിരികെ വന്നപ്പോ ആ കാക്ക അവിടെ കിടപ്പുണ്ട്. കാക്കകളൊന്നും കാണുന്നില്ല. ഇതാണ് പട്ടികജാതിക്കാരുടെ, പട്ടികവർഗക്കാരന്റെ ദളിതരുടെ അവസ്ഥ. ഇന്നൊരു ഇതിനുണ്ടായി, ഇതിനു മുമ്പ് ഒരു സിദ്ധുണ്ടായി, അതിനു മുമ്പ് പായുണ്ടായി, അങ്ങനെ പല ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം നമ്മൾ പറഞ്ഞു ഇത് അവസാനത്തേതാണെന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷെ അവസാനത്തല്ല, ഈ അവസാനത്തേതാകുന്നില്ല. അതുപോലുള്ള കാക്കകളാണ് ഈ ചെതറി കിടക്കുന്നത്. ഒരു കാലത്ത് ഒത്തുകൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധം അറിയുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒത്തുകൂടുന്ന കാക്കകളെ ആ കാക്കയുടെ പറന്നുപോയി അതാണ് കൊത്തുകൊണ്ട് ഓക്കടിച്ചു വീണ കാക്കമാർ കിടക്കുന്നത് പോലെ നിതിനിവിടെ കിടക്കുന്ന നാളെ വേറൊരു നിതിനുണ്ടാവും. ഇതാണ് അവസ്ഥ. ഇന്നേ വരെ നമുക്ക് ചടക്കത്തോടും അഭിമാനത്തും ആത്മാഭിമാന ബോധത്തോടും മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുവാൻ നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തില്ല. ഇതേവരെയുള്ള പ്രസ്ഥാനങ്ങള്, ഇതേവരെ സംഘടനകള് ഒത്തിരി ഇതുപോലെ കണക്കിന് ബാനറും കൊടികളുമായി ഇതുപോലുള്ള നീതി ഉണ്ടാവും. അതിനൊരു മാറ്റം എത്താൻ ചങ്കപ്പോടുകൂടി ഈ കാണുന്ന കൊടികളെ വലിച്ചെറിഞ്ഞ് ബാബാ സാഹേബ് അംബേദ്കറിന്റെ കൊടി ഉയർത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? അവിടെയാണ് കാര്യം. അങ്ങനെ ഒന്ന് ജയ് ഭീം വിളിക്കുള്ള ചങ്കൂറ്റ് പോലും ഇല്ലാത്ത എന്റെ സഹോദരങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത്? എന്റെ സഹോദരങ്ങളോട് ജയ് ഭീം വിളിക്കാനെന്ന് പറയുമ്പോ ജയ് ഭീം വിളിക്കുന്നത് എന്താണ് ചോദിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ എന്താ പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1989 മുതൽ ഇവിടെ പ്രവർത്തന രംഗത്ത് പല രീതിയിലും 1995 കാലഘട്ടത്തിൽ ഇവിടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായി. അന്നേ സമയം അറിയാൻ പറ്റും, കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദളിത് വിദ്യാർത്ഥി ഫെഡറേഷൻ കേരളത്തിൽ സജീവമായിരുന്നു. അതിനു മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് കേരള ഹരിജൻ ഫെഡറേഷൻ ഉണ്ടായി. അന്നൊന്നും ഇങ്ങനെ വെക്കിട്ടുകാരായിട്ട് നെഞ്ചത്തേക്കായിട്ട് ഒരുത്തനും വന്നിട്ടില്ല. ഒരു റാമല്ലാണ്ട് പോലും അങ്ങനെ ചെകിടടിച്ചു വിളിക്കാൻ വിദ്യാർത്ഥി തലമുറകളും ജ്യേഷ്ഠ ഉണ്ടായിരുന്നു. അവർക്ക് നട്ടലിന് ഉറപ്പുണ്ടായിരുന്നു, അവർക്ക് ചങ്കുറപ്പുണ്ടായിരുന്നു, അവർക്ക് നെഞ്ചുറപ്പുണ്ടായിരുന്നു, അവർക്ക് ചങ്കൂറ്റമുണ്ടായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സമൂഹം അത് ഉത്തരവാദി നമ്മുടെ ഓരോരുത്തരുമാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കൊടികളെല്ലാം ഒന്നുകിൽ കൂട്ടിക്കെട്ടുകയോ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടിയ കൊടികൾ മാറ്റിവെച്ചിട്ട് പുതുതായിട്ട് ഒരു കൊടി നമുക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ജയ് വിളിച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളി കാണിച്ചതിലൂടെ വൈകപ്പത്താഴ്ചയിലൂടെ മഹാരാഷ്ട്രയുള്ള ബാബാ മുന്നോട്ട് പോകാൻ എന്റെ ചെറുപ്പക്കാർ തയ്യാറാവണം, എന്റെ വിദ്യാർത്ഥി തയ്യാറാവണം, എന്റെ പ്രിയപ്പെട്ട മക്കൾ തയ്യാറാവണം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മാത്രമേ നമുക്കൊരു മോചനം ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയപരമായിട്ട് ഒന്നിക്കാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിഘടിച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടിക്കും BJPക്കും എല്ലാം നമ്മളെ ഇഷ്ടമല്ല. പക്ഷെ അവരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ PKSകാരനായിട്ടും അതോടൊപ്പം തന്നെ പട്ടികജാതി മോർച്ചക്കാരനായിട്ടും മൈക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറ്റകാക്കളായിട്ടുള്ള SFIക്കാരുടെ യൂണിറ്റ് വന്നു. വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നവുമായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. KSU വന്നു, ASFും ഇനി ABVPയും വരും. ഇതുകൊണ്ട് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, സിദ്ധാർത്ഥ പയ്യനെ തച്ചുടച്ച് തകർത്ത് തരിപ്പണമാക്കി കൊല ചെയ്തത് ഇവിടുത്തെ ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലേ, SFIക്കാരല്ലേ? എന്തെങ്കിലും പ്രതികരണമുണ്ടായോ? അതോടൊപ്പം തന്നെ ഇവിടുത്തെ രോഹിത് വേമുടെ പേര് കൊണ്ട് ഇവിടെ 40 വർഷം നേരത്തെ പറഞ്ഞുകൊണ്ട് നീൽ സലാം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുട്ടി സഹാക്കന്മാരായിട്ടുള്ള SFIയുടെ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാബാ സാഹേബ് അംബേദ്കർ എന്നുള്ള ഒരു ഭൂതം പണ്ട് ഇവരുടെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിന്റെ ആദ്യത്തെ ഇവിടെ ഒരു ഭൂതം വന്നിരിക്കുന്നു. ആ ഭൂതം വിഴുങ്ങുന്നു. ഏതാണ്? കമ്മ്യൂണിസം എന്ന ഭൂതം. ആ ഭൂതത്തെ തകർക്കാൻ വേണ്ടി അവനെ
സ്ഥാപിക്കാൻ വേണ്ടി, അവനെ നശിപ്പിക്കാൻ വേണ്ടി പഴയ യൂറോപ്പിലെ എല്ലാവരും ഒത്തർന്നിരിക്കുന്നു. മാർപ്പാപ്പയും സാർത്തക്കാരും എല്ലാവരും ഒത്തർന്നിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് എന്ന ഭൂതം മുന്നോട്ട് പോവുക എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് രാജാവിനായിട്ടുള്ള മാക്സും എഴുതിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ ഇന്ത്യ രാജ്യം ലോകത്തിന് തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു അംബേദ്കർ സമ്മാറുന്ന കാഴ്ചപ്പാടിൽ അംബേദ്കർ ആയിട്ട് മാറുക. കൈ ഭീമിലേക്ക് വന്ന് മാത്രം പറഞ്ഞുകൊണ്ട്